ഹരി എന്താ? അല്ലച്ച ഹരി ഇനി അവനെയും തല്ലണോ നിനക്ക്? അച്ഛാ അത് വേണ്ട. മിത്രമായി വന്ന ഒരുത്തനെ പിന്നെയും നീ ശത്രുവാക്കി. വെല്ലുവിളിയും കൊലവിളിയും. കോളനിക്കാര് നീ പറഞ്ഞെടുത്ത് നിന്നോ? ഇല്ലല്ലോ. ശിവനും ഹരിയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, അവര് പോയി. പിന്നെ നിന്റെ കുറച്ച് ആൾക്കാർ അവര് നിന്നെയും കൊണ്ടേ പോവൂ. നീ അത് മനസ്സിലാക്കാതെ പോ. തല്ലും പിടിയും കച്ചറൊക്കെ ആയിട്ട് പിന്നെയും പോട്ടർ അപ്പു ആവാണോ നീ? നാട്ടുകാരുടെ ഫോൺ, പത്രക്കാരുടെ ഫോൺ, അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? ഒന്ന് പറഞ്ഞു താടോ. ലീലാ ഗ്രൂപ്പിലെ ഏട്ടനിയന്മാർ തല്ലിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ട് വേണോ എന്റെ കണ്ണടയാൻ? വേണോടോ? അച്ഛാ അത് ശിവന്റെ കൂടെ നമ്മുടെ മോനും കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നില്ല. അപ്പു അറിയേണ്ട നേരത്ത് പലതും അറിയുന്നില്ല. ചില നേരത്ത് നീ നിന്നെ തന്നെ അറിയുന്നില്ല. മാറുന്ന കാലത്തിനൊപ്പം മാറി മാറി നടക്കാൻ പഠിക്കണം മനുഷ്യൻ. അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും. എനിക്കും നിനക്കും പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അറിവും വിവരമുള്ളവർ അതിൻ്റെതായ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മളതിന് തടസ്സാവരുത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അച്ഛന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ മാപ്പാക്കണം. എന്തിനാത്? സാരല്ല, വേറെ ആരുമില്ലല്ലോ, നമ്മുടെ അച്ഛനല്ലേ, സാരല്ല. പണ്ട് കടല് കാണണമെന്നും പറഞ്ഞ് കരയോ എടുത്തോണ്ട് നടക്കും ഞാൻ നമ്മുടെ റേഡിയോ സ്റ്റേഷന്റെ മുമ്പിലെ കടൽപ്പാലത്തിന്റെ അവിടം വരെ. പിന്നെ ആ കടലും കടന്ന് ഒരുപാട് ലോകം കണ്ടു എൻ്റെ മോൻ. പക്ഷേ ഈ അപ്പൂട്ടന്റെ മനസ്സ് അതെന്റെ മോൻ കാണാതെ പോയോ, അറിയാതെ പോയോ? അവൻ വളർന്നു, ഒരുപാട് വളർന്നു. ഞാൻ ആശിച്ചതിനേക്കാളും വളർന്നു, എന്നെക്കാളും വളർന്നു. ഞാൻ അറിഞ്ഞില്ല. ലീലാ ഗ്രൂപ്പ്, അതിന്റെ ലോകം, അതും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പോട്ടെന്റെ ലോകം ചെറുതായി ചെറുതായി നീ നമ്മുടെ രണ്ടു മക്കളും മാത്രമായോ? അറിഞ്ഞില്ല ഞാൻ. അപ്പോട്ടിനൊന്നും അറിയില്ല. അപ്പോട്ടിനെ ആരും അറിഞ്ഞില്ല. എനിക്കറിയാം, ഈ മനസ്സ് എനിക്കറിയാം. Stop! Come on, look! ഹലോ വേണി, ഹായ്. ഞാൻ കാൽക്കട്ടില്ല. ഫസ്റ്റ് ലെഫ്റ്റ്, ദെൻ റൈറ്റ്, സ്ട്രൈറ്റ്. ഓക്കെ. ഹായ്. അറേ വാ.
കൈസേത്തോ मैं ठीक हूँ वाह നീ വളരെ സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. ദീപക് എന്റെ ബോസ്. ഹായ് ബോസ്. ഹായ്. ഐ എം ദീപക്. ബോസ്, ചെറിയൊരു തമാശ ഉണ്ടായി. പോലീസ് കൈ കാണിച്ചു. ഞാൻ നിർത്താതെ പോന്നു. നിർത്തിയ കുഴപ്പമാണേ, കൈ ലൈസൻസ് ഇല്ല. ജീവിതത്തിൽ ഒന്നിനും ലൈസൻസ് ഇല്ലാത്തവനാണ് ഞാൻ, അല്ലേ വേണി? സോറി ബോസ്, അതൊന്നും ഡീൽ ചെയ്യേണ്ടി വരുവേ. ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. അപ്പൊ ക്രാഷ് ലാൻഡിംഗ് നിന്റെ ഒരു കാര്യം വാ. ഒന്ന് കൊഴുത്തിട്ടുണ്ട്. സാറോ? സാർ ഇവിടെ? എന്റെ ഫ്രണ്ടിന് ഇവിടെ അക്കോമഡേഷൻ റെഡിയാക്കാൻ വേണ്ടി. ഈ ബൈക്കിൽ വന്ന അയാള് തന്നെ, ഫ്രം ഗോവ. പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കക്ഷി ഭയങ്കര കുഴപ്പങ്ങളാണ് ഒപ്പിച്ചിരിക്കുന്നത്. അവൻ അല്പം മദ്യപിച്ചിരുന്നു, അതാ നിർത്താതെ പോകുന്നത്. തോന്നി പോലീസ് വണ്ടിയുടെ ചില്ലറിഞ്ഞൊടച്ചു, വേറെ കാർ ആക്സിഡന്റ് ആക്കി. പിന്നെ അറിയാം, അതിന്റെ നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തേക്കാം. സാറ് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. സാറിനെ എന്റെ സ്റ്റാഫ് വന്ന് കാണും. ഓക്കെ സാർ. Okay, thank you, thank you. തനിക്കൊരു നല്ല ജോലി, വരുമാനം, സുഖജീവിതം, അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ബോംബെ വിടാൻ സമ്മതിക്കുമായിരുന്നോ? ഇല്ലല്ലോ. ലുക്ക് ദീപക്, ഈ നഗരം ഇവരുടേതാണ്. ലീല ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിച്ചാൽ എന്റെ ജീവിതം പച്ചപിടിക്കും. നിനക്കും ഇവിടെ ഒരു നല്ല ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ ബോസിനോട് പറയാം. പക്ഷേ എന്റെ ബോസിനും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിനും നീ ഒരു പ്രോബ്ലം ആവരുത്. ഇല്ല, അല്ലെങ്കിലും എന്തെങ്കിലും ഞാൻ നിനക്കൊരു പ്രോബ്ലം ആയിട്ടുണ്ടോ? അമ്മണിയമ്മേ, ആ ചട്നി ഒന്ന് വേഗം എടുത്തേ. എടുത്തി. ആ മോളെ, ഈ ദോശയും പ്ലേറ്റും ഒക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കേ. ഒന്നും വേണ്ട, ചായ മാത്രം മതിയെന്ന്. ഒന്നും കഴിക്കാതെ പറഞ്ഞു കേക്കണ്ടേ, ഉച്ചയ്ക്ക് മുമ്പ് എറണാകുളത്ത് എത്തണമെന്ന്. അമ്മേ, അയ്യോ എന്ത് പറ്റി? അശ്വതിയെ, എന്താ ഇവിടെ? അമ്മേ, എന്താ ഉണ്ടായേ? നീ വീണോ? ഞാൻ വീണതല്ല, ഈ വീട്ടിൽ പുതിയൊരാള് വരാൻ പോവാ. ഇത്രയും ശബ്ദം ഉണ്ടാക്കി അടുക്കളക്കൂടെ? രേവതിക്ക് ഒരു തലച്ചുറ്റല്. എന്നിട്ട് ഹരി അച്ഛനാവാൻ പോണെന്ന്. അതെയോ? അത് ശരി. ഇവിടെ ഒരു കുഞ്ഞുമാവേണ്ടാവാൻ പോണു. ആ അപ്പു, അമേരിക്കയിലേക്ക് രേവതി മോളുടെ അച്ഛനെയും അമ്മയെയും ഉടനെ വിളിച്ചറിയിച്ചേ. വേറെ ആരെങ്കിലും വിളിക്കണം? സർവേശ്വരനെ വിളിക്കടോ, ഫോണിലല്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഹരി ഇതെങ്ങോട്ടാ? എല്ലാവരും വിളിച്ചുകൂട്ടിയൊന്ന് ആഘോഷിക്കണ്ടേ, അല്ലേ രേവതി? അടിച്ചു പൊളിക്കണം ചെറിയച്ചാ. എറണാകുളത്തെ മീറ്റിംഗിന് എത്താതിരിക്കാൻ പറ്റില്ല മോളെ. അതിനാരെങ്കിലും അയച്ചൂടെ? കാര്യങ്ങൾ നടക്കട്ടെ. തന്നെയല്ല, വലിയൊരു ഐശ്വര്യം വന്ന ദിവസ. ഒന്നും മുടക്കുകയല്ല, നടത്തുക വേണ്ടത്. നീ ചെല്ല്. ഏതടി പോയിന്റ്? സോറി, പോകാതിരിക്കാൻ വയ്യാത്തോണ്ടാ. വന്നിട്ട് ആഘോഷിക്കാം നമുക്ക്. എന്തേ? അത് മതി, ഹരിയായിട്ടും പോയിട്ട് വാ. ഞാൻ വിളിക്കാം, വരട്ടെ. ലീല ഗ്രൂപ്പ് പോലത്തെ ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റിന് ഒരു പിന്തുടർച്ചാവകാശം വരുന്നു. ബോസ്, ഇത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട കാര്യം തന്നെ. പാർട്ടി വേണം. തീർച്ചയായിട്ടും. പിന്നെ പാർട്ടി എവിടെ എങ്ങനെയെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റാത്തൊരു പാർട്ടി ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട്. Let's chill, boss. Come on. Yeah. ഹലോ, മിസ്സസ് ഹരി ഒന്ന് കിട്ടുമോ? മിസ്സസ് ഹരിയാണല്ലോ സംസാരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആരാ? നിങ്ങളുടെ ഒരു വെൽ വിഷർ ഹരി ഇല്ല എവിടെ? ഇല്ല, എറണാകുളത്ത് പോയിരിക്ക. എന്താ? അല്ല, സ്വന്തം ഭാര്യ ഗർഭിണിയായതിലുള്ള സന്തോഷം മറ്റൊരു സ്ത്രീയുമായി പങ്കുവയ്ക്കുന്ന ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരാ?
എന്തൊക്കെയാ പറയുന്നേ? പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു വെൽ വിഷർ. ഞാൻ ഈ പറഞ്ഞ സത്യം മാഡത്തിന് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബീച്ചിലെ ക്വീൻ അറേബ്യൻ കോട്ടേജിൽ ചെന്നാൽ എല്ലാം നേരിട്ട് കാണാം. രേവതി, എറിയല്ലേ മോളെ, ജീവിതാണ്, കുടുംബാണ്. ഒരു സങ്കടത്തിൽ വലിച്ചെറിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അവനും അത് ചെയ്തു, നീയോ അത് തന്നെ ചെയ്യണം. ഒരു പാവം മനുഷ്യന്റെ വീർപ്പും കണ്ണീരുമായി കുടുംബം. നമ്മുടെ അച്ഛന്റെ. എന്നെ വിട്, അച്ഛൻ ഇതറിഞ്ഞാൽ തകർന്നു പോകും. അച്ഛന് വേണ്ടി, 10 പേര് അറിയുന്ന നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ കാല് പിടിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് മോള് പോകരുത്. ഭർത്താവിന്റെ ഏട്ടനെന്ന നിലയ്ക്ക് പറയാൻ അവകാശമില്ല, നിന്റെ ഏട്ടനെന്ന നിലയ്ക്ക് പറയാലോ. പറയാ, എവിടെ ചെന്നാലും അനുഭവിക്കാനുള്ള ഒരേ വേദനയാണെങ്കിൽ അതിവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചനുഭവിച്ചൂടെ? പോകരുത്. ആരാ? ആരാന്ന്? അവനെവിടെ? ആര്? ആരെന്നോ? വിളിക്കവനെ. ഒരു ബോസും സെക്രട്ടറി. നിന്നെ തെറ്റു പറയാനും ഗുണദോഷിക്കാനും ഞാനാളല്ല. തെറ്റ് ചെയ്ത എന്റെ അനിയനാ, അവനെ ഞാൻ തിരുത്തിക്കോളാം. എന്തിനാ കുട്ടി ദൈവം പൊറുക്കാത്ത ഇമാതിരി തെറ്റുകൾ ചെയ്യുന്നത്? ഒരു കുടുംബത്തിന്റെ അന്തസ്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം, ഇതൊക്കെ വെച്ച് കളിച്ചിട്ട് വേണോ നിനക്ക് ജീവിക്കാൻ, സൂഹിക്കാൻ? നിങ്ങൾ എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീയായിട്ട് തുടങ്ങി വെച്ചത് നീ തന്നെ അവസാനിപ്പിക്കണം. നീ പോണം. എന്ത് വേണമെന്ന് വെച്ചാ എഴുതിയെടുക്കുക, സ്ഥലമിടുക. പിന്നെ എന്റെ അനുജന്റെ ജീവിതത്തിൽ ഒരിടത്തും തന്നെ കണ്ടുപോരുത്. എനിക്ക് എന്റെ കുടുംബം വലുത്. എനിക്ക് പണം തരാനും പറഞ്ഞു വയ്ക്കാനും നിങ്ങൾ ആരാ? ശരിയാ, ഞാൻ ആരാണെന്ന് ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കി തരാൻ തുടങ്ങിയ പിന്നെ മനസ്സിലാക്കാൻ നീ ഉണ്ടാവില്ല. മനസ്സിലായോ? ഹലോ, എന്താ ഭീഷണിയാണോ? താനാരാ? ഒരു മനുഷ്യൻ. രൂപം കൊണ്ട്, ജീവിതം കൊണ്ട് എന്താണോ അവതാരം? കൂട്ടിക്കൊടുപ്പാ. കള്ള സൂറേ, കുടുംബം കലക്കാൻ ഒരുത്തിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. എടോ, കളിക്കരുത്. തനിക്കെന്നെ അറിഞ്ഞൂടാ. എന്നെ എനിക്ക് നന്നായിട്ട് അറിയാൻ മോനെ. ഈ വക സൈസുകളൊക്കെ മുന്നിൽ വന്ന് പെട്ടാ വിട്ടുകൊടുത്തോന്നല്ല ഞാൻ. അനുഭവിച്ചറിയണം നിനക്ക്. എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടന്റെ കൊള്ളരായ്മ എന്താ? എന്നാ അതിവിടെ വേണ്ട. ഹരി, ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. മനസ്സിലായില്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടരുത്. തെറ്റും ശരിയും തരംതിരിക്കലും ഗുണദോഷിക്കലും ഒക്കെ നമ്മൾ തമ്മിൽ മതി, മറ്റുള്ളവരുടെ മുന്നിൽ വേണ്ട. ഭരണം വീട്ടില്, പുറകെ നടന്ന് ഭരിക്കണ്ടെന്ന് മനസ്സിലായോ? കുട്ടിക്കാലത്ത് നിന്റെ ദുശാഠ്യങ്ങൾക്ക് പോലും നിന്നെ ഞാൻ നുള്ളി തവിച്ചിട്ടില്ല. ഇത് ഏട്ടനെ ജയിക്കാനല്ല, ഇനി അങ്ങോട്ട് എന്റെ മോൻ തോക്കാതിരിക്കാനാ. Hey, leave it.
ലീല ഗ്രൂപ്പിന്റെ അന്ത്യം. അതിനുവേണ്ടി ഞാൻ നീക്കിയ കരുക്കൻ അതിവിടം വരെ എത്തി. പോരാ, അത് പോരാ. ലീല ഗ്രൂപ്പിന്റെ അന്ത്യം കാണണം എനിക്ക് നേരിട്ട് തന്നെ. ഹരി, പപ്പനും അപ്പവും ഇംഗ്ലണ്ടിലേക്ക് അയച്ച് വാർത്തെടുത്ത ആ തലച്ചോറ്, അതാണ് ഇന്ന് ലീല ഗ്രൂപ്പിന്റെ നെടുംതൂൺ. അത് തകരണം. ആ നെടുംതൂൺ തകർന്നാൽ പാളയം പപ്പനും പുന്നാരമകൻ അപ്പവും വേരോടെ കുത്തിയൊലിച്ച് പാളയം മാർക്കറ്റിന് മുന്നിലെത്തും. തെണ്ടണം. എനിക്കത് കണ്ണ് നിറച്ച് കാണണം. എന്താ ഹരി? അവന്റെ മരണ വാർത്ത അറിഞ്ഞ് നാളെ കോഴിക്കോട് നഗരം ഉണരൂ. വെരി ഗുഡ്. നീ നിന്റെ വേഷം നന്നായി കൈകാര്യം ചെയ്തു. ഗുഡ്. കൈക്കലാക്കാവുന്നതിലും അധികം പണം നീ അവന്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തു. എന്നാലും നമ്മൾ തമ്മിലുള്ള കരാർ അനുസരിച്ചുള്ള പണം ദാ ഇതിലുണ്ട്. ദീപക്, ഇനിയും നിങ്ങൾ രണ്ടുപേരും ഈ സിറ്റിയിൽ തങ്ങുന്നത് എനിക്കും നിങ്ങൾക്കും അപകടമാണ്. അതുകൊണ്ട് എല്ലാം ഫിനിഷ് ചെയ്ത് രാത്രിയോടെ ഇവിടം വിടുക. ഇനി നമ്മൾ തമ്മിൽ കാണില്ല, കാണാൻ പാടില്ല. ബൈ. ഓക്കേ. ദീപക്, നിനക്ക് ആള് മാറിയോ? ആളൊന്നും മാറിയിട്ടില്ല ബോസ്. ഏറ്റെടുത്ത ജോലി വൃത്തിയായി ചെയ്തു തീർത്തിരിക്കും. അതാ ഞങ്ങളുടെ രീതി.
എന്താ എന്താ നീ ഇവിടെ എന്താ നനഞ്ഞിരിക്കുന്നെ? ഏട്ടാ ഏട്ടാ ഞാൻ ഏ? ഈശ്വരാ. കരയണ്ട. നടക്കുന്ന വഴിയിൽ ഓരോ കുഴികൾ കുഴിച്ചു വെച്ചിട്ട് പിന്നെ ഒരിക്കൽ ആ കുഴിയിൽ സ്വയം ചെന്ന് വീണു കൊടുക്കുക. ഏട്ടാ നമ്മുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഒക്കെ ഇനി അങ്ങോട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ നിനക്ക് പറ്റും. നിന്നെ കൊണ്ടേ പറ്റൂ. അതങ്ങനെ തന്നെ വേണം. നിന്നെ വേണം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ അച്ഛന്, എനിക്ക്. ചുമടെടുത്തും പച്ചക്കറി മാർക്കറ്റിലെ പീഡിയക്കൊലയിൽ ഇറങ്ങിയും അടിപിടി ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ജീവിച്ചത് അപ്പേട്ടൻ. ഈ കയ്യബദ്ധം അപ്പേട്ടനെ കണക്കിൽ വെച്ചേക്ക്. ഞാൻ ഏറ്റു. ഏട്ടാ ഞാനാ കൊന്നു. ഞാനാ. പൊയ്ക്കോ, പൊയ്ക്കോ, പോകാൻ.